നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ദൈവിക സന്ദേശങ്ങൾ കേൾക്കുവാനുമൊക്കെ ദൈവം ഒരുക്കിയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ സിസ്റ്റർക്കും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ചിക്കാഗോ പ്രെയർ ലൈനിലുള്ള പ്രിയ അനീഷ് പാസ്റ്റർ റജി കോശി അവർകൾ, അവരുടെയൊക്കെ മുഖം സ്ഥിരമായി കാണുന്നതാണ്. അതുപോലെ മറ്റെല്ലാ ദൈവദാസന്മാർക്കും ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മാതാപിതാക്കൾ, പ്രായമുള്ള പിതാക്കൾ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനൊരു അവസരം ഉണ്ടായതിലും കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഈ പ്രാരംഭ ചില നിമിഷങ്ങൾ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. വെറുതെ ചില പാട്ടുകൾ പാടി അങ്ങ് പോവുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ദൈവവചനം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉറപ്പായി പറയാനുള്ളത്. ദൈവത്തിൻ്റെ വചനം കൂട്ടിച്ചേർക്കാത്ത ഒരു പാട്ടും ഇല്ല. എല്ലാത്തിനകത്തും ദൈവം ചെയ്ത നന്മകളെക്കുറിച്ചും ദൈവം നമുക്ക് നൽകിയ സൗഖ്യത്തെക്കുറിച്ചും ദൈവം നമ്മെ വിടിവിച്ചതിനെക്കുറിച്ചും ഇങ്ങനെ ധാരാളം നമുക്ക് പറയാനുണ്ട്. ചില പാട്ടുകളിൽ, ചില പാട്ടിൻ്റെ വരികളിൽ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന വരികൾ അതിനകത്തുണ്ടാകാം. പക്ഷെ അതൊക്കെ ദൈവഭക്തന്മാർ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. പക്ഷെ ആ സങ്കടം കൊണ്ട് സങ്കടത്തിൽ അവസാനിക്കുകയല്ല ചെയ്തത്. പിന്നത്തേതിൽ ഉണ്ടായ മഹാത്ഭുതങ്ങൾ അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, വിടിവിക്കുന്ന ദൈവമാണ്, നമ്മുടെ ജയക്കൊടിയാണ്, നമ്മെ നാൾ തോറും വഴി നടത്തുന്ന ഒരു കർത്താവാണ്. ഈ നല്ല ദൈവത്തെ അല്പനേരം നമ്മൾ ചേർന്ന് പാടി മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ച് കൂടെ എല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങളാണ് ഇവിടെ ആലപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാവുന്നതാണ്. പാട്ട് ശുശ്രൂഷ അത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവോളം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം മുഴുവനും നമ്മുടെ ദൈവത്തിന് അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, യഹോവ റാഫ സൗഖ്യദായകൻ, തൻ അടിപ്പീണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ ഈരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തൻ അടിപ്പീണരാൽ
സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെന്ന് ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെന്ന് ആവശ്യങ്ങൾ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവ എല്ലാം. യഹോവ എല്യോൻ അത്യുന്നതൻ നീ, അങ്ങെപ്പോലെ മറ്റാരും ഇല്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നീർമട്ടും പോതും, നീർമട്ടും പോതും, നീർമട്ടും പോതും എനക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. അപ്പാ യേശുവേ, ചേർന്ന് പറയാമോ? നാഥാ നീ മതി, അവിടുത്തെ കൃപ മതി. ഈ മരുഭൂമി യാത്രയിൽ നിലനിൽക്കാൻ അവിടുത്തെ കൃപയാണ് എനിക്ക് വേണ്ടത്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. യേശുവേ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയത് ഭാരങ്ങൾ ഏറിയിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയത് ഭാരങ്ങൾ ഏറിയിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. മതിയപ്പാ
മതിയേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ചേർന്ന് പറയാമോ? ഈ 2026 മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോടാൻ കഴിയില്ല, സാമർത്ഥ്യം കൊണ്ടോടാൻ കഴിയില്ല, ആരോഗ്യം കൊണ്ടോടാൻ കഴിയില്ല, ആൾബലം കൊണ്ടോടാൻ കഴിയില്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, അത് മാത്രമേ നമുക്ക് ജയമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കർത്താവ് നമ്മുടെ മുന്നേ ഉണ്ടെങ്കിൽ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. അങ്ങനെ പറയാമോ? നാഥാ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. അപ്പാ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അല്പനേരം കൂടെ കരങ്ങളടിച്ച് വീണ്ടും ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, യേശു ചെയ്ത നന്മകൾ 1000 നന്ദി.
പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത് കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത് നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിത്യയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ആ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ആ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിപ്പീതേ വഹിക്കും പോലെ കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിപ്പീതേ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ ഹല്ലേലൂയ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത് ഊരിരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ ഊരിരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ
വൈഷമ്യ പേടുകളിൽ താരം പിടിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ. ഹല്ലേലൂയ. യേശു ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി. ചങ്കിലെ ചോര തന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനാൽ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവേ, അല്പനേരം നമ്മുടെ ആദരങ്ങൾ തുറന്ന് ദൈവകൃപയാ, ദൈവകൃപയാ, പരിശുദ്ധാത്മാവേ, സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമെന്ന നരകമേയാനോ ദിനവും നന്ദിയോടെ പാടി, നന്ദിയോടെ അന്തരംഗമേ ആനോ ദിനവും നന്ദിയോട് പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ, ആറുകൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ആരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ച, ആത്മശക്തിയാൽ നിറച്ച,
ദൈവ സാന്നിധ്യത്താൽ നിറച്ച ഈ കർത്താവിനെ പ്രത്യാശയോടെ വിമല മന ഭജന കലബന വിമല ഭജന ദിഗരെ Divana Badoshadelava, Divana Badala Diganava, Shamana Barabalagana, Digana Regadana, Digana Baraidava, Shamanam Regada Shaptala, Shamanam Peladana Kalimanava, Divana Degana, Shamanam Pelabudaga, Shigira Shivanam Regada, Shamtana Baramana Badanaga, Shiminam Pelabudava, Aradana, അത് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമാണ്. നമ്മുടെ യാതനകൾ തുറന്ന് കരങ്ങളടച്ച് ചില നിമിഷങ്ങൾ മാത്രം നാവിരിക്കുന്ന ഇടം അത് ദൈവം ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ശത്രുവിന്റെ പദ്ധതികൾ തകർന്നു മാറുന്ന പരിശുദ്ധാത്മാവേ ഉടമല ജലദാന പക്ഷ ദിവരാക്ഷമനേ ജലജലദ അവിനപ്തലവ ഉടതൽ ശമനപ്തല ജക്ഷമന ഇടവ ശമനേ ജലജലദ ഗരബലവ വിരജലദല ദിഗനവ ജലദിഗര ശിവനാ ദിഗജലദല ജല ഗമലവ ജലദിഗനേ ശബ്ദാനവരപ്തലവ ശമനപ്തലവ ശമനപ്തലവ ഉടലവ ദിവന വിരവജ ശിവനപ്തേരജ ശമനവ ജലദല ജലദിഗനവ മഹത്വത്തിന്റെ രാജാവേ, സകല മഹത്വം അങ്ങേക്കപ്പ, സകല പുകഴ്ചയും അങ്ങേക്കപ്പ. അങ്ങ് മാത്രം യോഗ്യ. നന്ദി യേശുവേ, അങ്ങ് ചെയ്ത നന്മകൾക്കായി, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്കായി, ആയുസ് വീട്ടിൽ തന്നതിനായി. ഓ റബലബലൈവരവ, സൗഖ്യത്തിന്റെ കരം നീട്ടുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി. Ribalamana Bajanada, Shivana Bajanada, Galadala, the Galadana, Viravara, Shivana Bajanada, Garimanaba, Magatame Shuve, Vibala Ramana, Rabajana, Dala, Diganaba. Hallelujah! Devatinu Magatame. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. ഈ അനുഗ്രഹീതമായ നല്ല നിമിഷവും നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാനുള്ള ആത്മബലവും ശക്തിയും ദൈവ സാന്നിധ്യവും നൽകിയ ഈ കർത്താവിനെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആമേൻ, 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 ആമേൻ. പ്രാരംഭ ചില നിമിഷങ്ങൾ എൻ്റെ കൂടെ വൈഫുണ്ട്. ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ. ഞങ്ങളുടെ സന്തോഷവും ദുഃഖവും ഒറ്റപ്പെടലും എല്ലാം. അപ്പോൾ ചില നിമിഷങ്ങൾ സാക്ഷ്യത്തിനായി വൈഫിന് ഈ മൈക്ക് കൈമാറുന്നു.
തൻ്റെ ജീവിതാനുഭവത്തിലൂടെ താൻ അനുഭവിച്ച പ്രിയപ്പെട്ടവൾ അനുഭവിച്ച ആ ദൈവിക അനുഭവങ്ങൾ ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കും. നമുക്ക് അത് കേൾക്കാവുന്നതാണ്. പ്രൈസ് ലോർഡ്. കേൾക്കാവോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം. ഈ വൈകിയ സമയം ജെറാ മിനിസ്ട്രിയോട് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന സാവകാശത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഈ 2026 ഈ പ്രാരംഭ ദിവസത്തിൽ തന്നെ ദൈവം ഇങ്ങനെ ഒരു സാവകാശം തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പേര് പ്രീത റെൻസിംഗ് എന്നാണ്. ഞങ്ങൾ കുടുംബമായി എറണാകുളത്ത് താമസിക്കുന്നു. ഞാനൊരു CSI കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ സ്വദേശം തിരുവനന്തപുരമാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളായി ജനിച്ചു. എനിക്ക് 2 സഹോദരന്മാരും മാതാപിതാക്കളും ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ചെറുപ്രായത്തിൽ അവനൊരു അസുഖമുണ്ടായി. അങ്ങനെ ഒരു വലിയ സർജറി വേണ്ടി വന്നു തലയിൽ. അങ്ങനെ ആ സർജറി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ രോഗം മറ്റേ ആദ്യത്തെ ചെവിയുടെ ഭാഗത്താണ് രോഗമുണ്ടായത്. മറ്റേ ചെവിയിലും ഉണ്ടായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വളരെ വിഷമിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ മല്ലപ്പള്ളിയിൽ നിന്നൊരു ദൈവദാസൻ വന്ന് അവിടെ ഒരു മിനിസ്ട്രി ആരംഭിച്ചിരുന്നു. അവിടെ ദൈവദാസനും പ്രാർത്ഥിക്കുകയും രോഗികൾ സൗഖ്യമാകുകയും ചെയ്യുന്നു. എൻ്റെ മാതാവും പിതാവും കേട്ടു. അങ്ങനെ എൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് എൻ്റെ എൻ്റെ ബ്രദറിനെ സർജറി ചെയ്യുമ്പോൾ അവന് 6 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ അത്രയും കുഞ്ഞു പ്രായത്തിൽ ഒരു മേജർ സർജറി ചെയ്ത് 18 ദിവസം ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ പപ്പയ്ക്ക് ഇനിയൊരു സർജറി കാണാൻ കഴിയില്ല, അതുകൊണ്ട് അവിടെ ചെന്നാൽ പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകുമെന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോവുകയും ആ ദൈവദാസന് വളരെ കണ്ണുനീരോടെ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അത്ഭുതകരമായ വിടുതൽ എൻ്റെ സഹോദരന് നൽകി. അന്നു മുതൽ എൻ്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ ആ പ്രിയ ദൈവദാസനോട് കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കാനായി കടന്നു പോകാൻ തുടങ്ങി. അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ടുള്ള സഭായോഗമോ മറ്റു മീറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ എങ്ങനെ കൂടി വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മീറ്റിംഗ് മാത്രമായിരുന്നു. എന്നാൽ ആ സഭ വളർന്നു. എൻ്റെ മാതാപിതാക്കൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആ ദൈവസഭയിൽ ചേർന്ന് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്രായത്തിൽ എനിക്കും യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയും സ്നേഹവും ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. ലോകസ്ഥാപനത്തിന് മുന്നേ എന്നെ കണ്ട ദൈവസ്നേഹത്തിന് നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത മഹൽ ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. അങ്ങനെ എൻ്റെ ദൈവത്തെ അറിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സുവിശേഷ വേലയ്ക്കൊക്കെ സമർപ്പിച്ചിട്ടുള്ള ആളാണെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങൾ നിമിത്തം അതിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് കാർപ്പൻ്റർ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോകുമ്പോൾ ശക്തമായ ദൈവനിയോഗപ്രകാരം ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്നുള്ള വലിയ താല്പര്യമുണ്ടായി. എന്നാൽ ഞങ്ങൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അത് നിമിത്തം എൻ്റെ ഹസ്ബൻഡ് പിന്നെ ദൈവസനിൽ വീണ്ടും തീരുമാനങ്ങളൊക്കെ പുതുക്കി ദൈവം തരുന്ന ആയുസ് കർത്താവിന് ഇവിടെ നിൽക്കാം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ദൈവസനിൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ബിസിനസ്സൊക്കെ വിട്ടിട്ട്, അന്ന് ഫർണിച്ചർ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയായിരുന്നു, അതെല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഇവിടെ ആലുവ പെനിയൽ ബൈബിൾ കോളേജിൽ പഠനത്തിനായി കടന്നു വന്നു. അവിടെ പഠിച്ച് ഫാമിലിയായിട്ടാണ് വന്നത്. അന്ന് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മൂത്തയാൾ 7 വയസ്സ് കഴിഞ്ഞു, ഇളയാൾ 5 വയസ്സ് കഴിഞ്ഞ പ്രായത്തിലൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരികയും. എന്നാൽ ആ ബൈബിൾ കോളേജ് പഠനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പിന്നെ തിരിച്ചു വീട്ടും നാട്ടിലേക്ക് പോയി. തുടർന്ന് അവിടെയുള്ള ദൈവദാസനോടൊപ്പം ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിലേക്ക് എത്തുവാൻ കഴിയാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 21 ദിവസം ഫാസ്റ്റിങ്ങിൽ എൻ്റെ ഹസ്ബൻഡ് ചെന്ന് പങ്കെടുക്കുവാനിടയായി.
അങ്ങനെ അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമേ ഉള്ളായിരുന്നു. ദൈവം ഞങ്ങളെ ദൈവവേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കണം, ദൈവം അതിനുവേണ്ട സാവകാശങ്ങളെ ഒരുക്കണം, ദൈവം വഴി കാണിക്കണം. കാരണം പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ചർച്ച് മിനിസ്ട്രിയെക്കുറിച്ചൊരു നിയോഗം ഞങ്ങൾക്കില്ല, ദൈവാലോചന ഞങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഉണ്ടായിരുന്ന ഫർണിച്ചർ ബിസിനസ് വിട്ടു, കാർപ്പൻ്റർ വർക്ക് വിട്ടു, ഞങ്ങൾ ദൈവവേലയ്ക്കായി ഇറങ്ങുകയും ചെയ്തു. മുന്നോട്ട് പോകുവാൻ നിവർത്തിയില്ല. 2 കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കി, ഉപജീവനത്തിന് വഴിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ അവിടെ നിൽക്കുന്നതേ, അവിടെ ഞങ്ങൾ കൂടുന്ന സഭയിൽ വിശ്വസ്തമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ മതിയാകൂ എന്നുള്ള പ്രാർത്ഥന ആവശ്യത്തോടെയാണ് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുക്കുവാനിടയായത്. എൻ്റെ ഹസ്ബൻഡ് ഫുൾ ഫാസ്റ്റിംഗ് ആയിട്ട് അവിടെ 3-ാമത്തെ ദിവസം മുതൽ അവിടെ താമസിച്ചു. ഞാൻ ദിവസവും രാവിലെ പോയി വൈകിട്ട് വരുമായിരുന്നു. അങ്ങനെ താമസിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന, ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളിൽ വെളിപ്പെടുത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പ്രിയ ദൈവദാസി പറഞ്ഞതുപോലെ TD ബാബു പാസ്റ്റർ അവിടെ കടന്നു വരുന്നത്. ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 18-ാം ദിവസം അവിടെ ശുശ്രൂഷയ്ക്കായി TD ബാബു പാസ്റ്റർ കടന്നു വന്നു. പകലത്തെ സെഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനോട് പരിചയപ്പെട്ടതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചിട്ട് എറണാകുളത്തേക്ക് വരുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയുടെ മറുപടിയായി എന്ത് മറുപടി പറയണമെന്ന് അറിയാത്ത രീതിയിലായി. എന്നിട്ട് വരാൻ സമ്മതമാണെന്ന് പറഞ്ഞു. താൻ രാത്രിയെല്ലാം എല്ലാവരും ഉറങ്ങുന്ന സമയത്തും മുഴങ്കാലിൽ നിന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം ഒരു വഴി തുറക്കണമെന്ന്. ആ 18-ാം ദിവസം ഇങ്ങനെ ദൈവദാസനോട് സംസാരിച്ചു. ദൈവദാസൻ തിരുവാങ്കുളം ചർച്ചിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങളെ എറണാകുളത്ത് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനിടയായി. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഇന്നും ജീവിക്കുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡ് ഉപവാസത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് മറുപടി കാണുവാൻ സഹായിച്ചു. 21-ാം തീയതി 21 ദിവസം കഴിയുന്നതിന് മുൻപ് 19-ാമത്തെ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി കണ്ടു. അങ്ങനെ ഇവിടെ ഒരു ഭവനം വാടകയ്ക്കെടുത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടേണ്ട ക്രമീകരണമൊക്കെ ചെയ്ത് ദൈവദാസൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവരുവാനിടയായി. അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളം പ്രദേശത്ത് കടന്നു വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 18 വർഷമായി. സന്തോഷകരമായി ദൈവദാസൻ്റെ കൂടെ തന്നെ എപ്പോഴും ഞങ്ങളായിരിക്കുന്നു. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. ഒത്തിരി സങ്കടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ ഇതിനിടയിലൊക്കെ കടന്നുപോയി. ഇങ്ങനെയൊന്നും വരുമെന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഒത്തിരി ജീവിത പ്രാരാബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണ കുടുംബത്തിലായതുകൊണ്ട് പലവിധമായ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ദൈവം താങ്ങിയതിലെല്ലാം ഉപരി ഇന്നും ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും CSI ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ആരും വിശ്വാസത്തിലല്ല. എൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷം എല്ലാവരും അവരുദ്ദേശിക്കുന്ന തലത്തിൽ ഞങ്ങൾ എത്തിയില്ല സാമ്പത്തികമായി എന്നുള്ള തരത്തിൽ എല്ലാവരും ഞങ്ങളെ നിന്ദിക്കുകയും ദൂഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ദേശം വെറുത്തു പോയിട്ടുണ്ട്. അവിടെ ഇനി പോകാൻ താല്പര്യമില്ലാതെ ഞാൻ വളരെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല തിരുവനന്തപുരം സിറ്റി വിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. അതിന് പുറത്തൊരു യാത്രയുണ്ടാകുമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ സങ്കടങ്ങളെയും വേദനകളെയും അറിയുന്ന ദൈവം, നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം, ഞരക്കത്തിൻ്റെ ഒച്ച കേൾക്കുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് തിരുവനന്തപുരത്തുനിന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് വരുവാൻ സഹായിച്ചു. ദൈവം ഞങ്ങളെ നടത്തി. കടന്നു വരുമ്പോൾ ദൈവത്തോട് ഞാൻ ഒരു പ്രാർത്ഥന വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ, ദൈവമേ ഞങ്ങൾക്ക് വാടക മുടങ്ങാതെ കൊടുക്കാൻ ഒരു വഴി തുറന്നു തരണമെന്ന്. എന്നാൽ വിശ്വസ്തനായ ദൈവം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ അനുഭവിച്ചറിയുവാനിടയായി ഞങ്ങൾ കടന്നു വന്ന് 7 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഇവിടെ ഒരു സ്വന്തമായ ഒരു ഭവനം തന്നു. ഞങ്ങൾ പണിതല്ല, ഞങ്ങൾ പറഞ്ഞതുപോലെ TD ബാബു പാസ്റ്റർ മകൻ്റെ വിവാഹ ബന്ധത്തിലുള്ള ആ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ഭവനം പണിത് ഞങ്ങളുടെ കയ്യിൽ താക്കോലേൽപ്പിക്കുവാനിടയായി. 1 രൂപ പോലും ഞങ്ങൾ മുടക്കാതെ മനോഹരമായൊരു ഭവനം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന് അവിടെ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കൂടുന്നത്. ദൈവം വിശ്വസ്തനാണ്. ഞങ്ങളൊന്നും കണ്ടിട്ടല്ല ഇറങ്ങി തിരിച്ചത്. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, അബ്രഹാമിനോട് അറിയാത്ത ദേശത്ത് പോകാൻ പറഞ്ഞപ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് അബ്രഹാം ഇറങ്ങി തിരിച്ചു. ഞങ്ങൾ ദേശമൊക്കെ അറിഞ്ഞാണ് ഇറങ്ങിയെങ്കിലും ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് TD ബാബു പാസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ മറ്റൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം സ്ഥലം വിട്ട് ഞങ്ങൾ നാട്ടിൽ താമസിക്കുമ്പോഴും ഞങ്ങൾക്ക് സ്വന്തം ഭവനമില്ലായിരുന്നു. ദൈവം അതെല്ലാം നീതിയായി കണക്കിട്ടു. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനം പെങ്ങൾക്ക് കൊടുത്തത് നിമിത്തം അന്ന് മുതൽ എൻ്റെ 2ാമത്തെ കുഞ്ഞ് ഉണ്ടായത് മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ് നാട്ടിലും താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം ഞങ്ങളുടെ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ പോലും അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ദൈവം എൻ്റെ കണ്ണുനീർ കണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ബൈബിൾ കോളേജിൽ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ പോക്സ് വന്നു. അപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് പോകണം, മറ്റുള്ളവർക്ക് അത് പകരാതിരിക്കാൻ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ ടീച്ചറിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. കാരണം ഞങ്ങൾക്ക് സ്വന്തമായ ഭവനമില്ല. ഞങ്ങൾ ഭവനം വാടക വീടുകളിൽ താമസിച്ചിട്ട് ഇവിടെ നിന്നെല്ലാം വിട്ടിട്ടാണല്ലോ ബൈബിൾ കോളേജിൽ പോയത്. അങ്ങനെ 1-2 സാഹചര്യങ്ങളിൽ മാത്രം
വീടില്ല എന്ന രീതിയിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം അതെല്ലാം നീതിയായി കണക്കിട്ടു. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ ഒന്നും കിട്ടിയ വീടല്ല, ദൈവം കരുണ കാണിച്ച് ഞങ്ങൾക്ക് സ്വന്തമായി തന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ചെയ്യുവാൻ പലപ്പോഴും സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും ദൈവം അത്ഭുതകരമായി നടത്തി. മൂത്ത കുഞ്ഞ് MCA വരെ പഠിക്കുവാനിടയായി. പഠനം കഴിഞ്ഞ് ഒരു വർഷം ഇവിടെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ അയർലൻഡിലായിരിക്കുന്നു. ഇളയ കുഞ്ഞ് സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞു. ഒരു വർഷം പവർ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അല്പനാൾ വിദേശത്ത് പോയി. എന്നാൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളെയും ദൈവം ഞങ്ങൾക്ക് ദൈവകൃപയിൽ നിൽക്കുന്നത് കാണാൻ ദൈവം സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മൂത്ത കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. BCA പഠിച്ചത് കുഞ്ഞ് രാജസ്ഥാനിലാണ്. അവിടെയുള്ള ഫിലദൽഫിയ ബൈബിൾ കോളേജിൽ അവൻ ഒരു വർഷം അവിടെ വെറുതെ ഒരു സർജറി കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് ആയതുകൊണ്ട് പഠിക്കാൻ കഴിയാത്ത സമയത്ത് ആ രാജസ്ഥാനിൽ കടന്നുപോയി. ഒരു വർഷം മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തു. അവിടുത്തെ ഓഫീസ് വർക്കൊക്കെ ചെയ്തു. അതിനുശേഷം 3.5 വർഷം കൂടെ അവിടെ താമസിച്ച് അവിടെയാണ് BCA സെക്കുലറായിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്തതും അതോടൊപ്പം അവിടുത്തെ ബൈബിൾ കോളേജുകൾ വർക്കുകൾ ചെയ്തതും. എന്നാൽ നാട്ടിൽ വന്ന് MCA പഠനത്തിനായി തുടങ്ങി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠനം തുടങ്ങി. അതിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ അവർ നോക്കിയിട്ട് മോന് രാജസ്ഥാനിൽ പഠിച്ച കോളേജ് 2 കൗൺസിലിൻ്റെ അംഗീകാരമില്ലാത്തതുകൊണ്ട് MG യൂണിവേഴ്സിറ്റി അംഗീകരിക്കത്തില്ല, BCA പഠിച്ചതായിട്ട് അംഗീകരിക്കത്തില്ല, MCA പഠിക്കാൻ കഴിയത്തില്ലെന്ന് പകുതിയായപ്പോൾ പറയാനിടയായി. എന്നാൽ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുഞ്ഞനോട് പറഞ്ഞു, അമ്മ ഞാൻ ഇനി നാട്ടിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവൻ്റെ ഇഷ്ടപ്രകാരം രാജസ്ഥാനിൽ പോരാൻ പറഞ്ഞു. മരിയൻ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയം ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. 1000 രൂപ കൊടുത്ത് അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. പിറ്റേന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവൻ അഡ്മിഷൻ ലഭിച്ചു. 10,000 രൂപ കൊടുത്ത് അഡ്മിഷൻ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. ഞാൻ മോനോട് ചോദിച്ചു, മോനെ 10,000 രൂപ കൊടുത്താൽ അഡ്മിഷൻ എടുത്താൽ നമുക്ക് പിന്നെ തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല, തിരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് 10,000 രൂപ കൊടുത്ത് ഞങ്ങൾ പഠനത്തിനായി അവനെ വിട്ടു. പക്ഷേ പിറ്റേന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാനോ മറ്റൊന്നും പറ്റിയില്ല. തുടർന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അന്ന് കൊറോണ ആയതുകൊണ്ട് ക്ലാസ് രാജസ്ഥാനിൽ വെച്ച് അവൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വന്ന് ക്ലാസ് തുടങ്ങി, കോളേജിൽ പോയി ക്ലാസ് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് തുടർന്ന് പഠിക്കാൻ സാധ്യമല്ല, BCA പഠിച്ചതായിട്ട് അംഗീകരിക്കത്തില്ല. എന്നാൽ ഞാനിങ്ങനെ അവനെ കോളേജ് വിട്ട സമയത്ത് ആദ്യം ദൈവസന്നിധിയിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ദൈവമേ ഒത്തിരി കാശ് ചിലവുള്ള ഒരു കോളേജിലാണ് മോൻ അഡ്മിഷൻ കിട്ടിയത്. അവിടെ എല്ലാവരും ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് മാത്രം ഫീസ് കൊടുക്കാനില്ലാതെ ഇറങ്ങി പോകേണ്ടി വരുമോ എന്ന് ഒരു ദിവസം വളരെ ഭാരത്തോടെ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു വചനം തന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ എത്തിക്കഴിക്കുമെന്ന്. ഞാനത് ഉറപ്പായി വിശ്വസിച്ചു. ദൈവമാണ് അവൻ അഡ്മിഷൻ അവിടെ തന്നത്, അത് പൂർത്തീകരിപ്പാൻ ദൈവം സഹായിക്കുമെന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉദിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയം വന്നത്. ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഈ വാക്യം ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൈതൽ കോട്ടയത്ത് പോയി യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവരുടെ സൈറ്റിൽ ആ കോളേജിൻ്റെ പേരില്ല. MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ സാധ്യമല്ലെന്ന് വിധി എഴുതി. എങ്കിലും അവൻ വളരെ വേദനയോടും നിരാശയോടുമാണ് അന്ന് യൂണിവേഴ്സിറ്റി വിട്ടു മടങ്ങി. എന്നാൽ ഞാൻ അവൻ്റെ കൂടെ വാഹനത്തിലിരുന്ന് ഈ വാക്യം കോട്ടയം തൊട്ട് ഇവിടം വരെയും പറഞ്ഞു, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെത്തി വയ്ക്കും. ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടു, 2ാമത്തെ സെക്കൻഡ് ഇയറിലോട്ട് ഇനി പഠിക്കാൻ പോകണമെന്നില്ല എന്ന് പറഞ്ഞു. അവനോട് ഇനി പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നിയെങ്കിലും മോനോട് പറഞ്ഞു, മോനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവർ അനുവദിക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, മാനേജ്മെൻറ്റിനെതിരെയോ കോളേജിനെതിരെയോ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എഴുതി കൊടുത്താൽ തുടർന്നുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡും മോനും എഴുതി അവർ 2 പേരും സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ഇയറിൽ അവർ പഠിക്കുവാൻ അനുവദിച്ചു. എന്നാൽ ദൈവം വലിയവനെന്ന് തിരിച്ചറിയാൻ ഒരിക്കൽ കൂടെ അവസരം തന്നു. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ സെക്കൻഡ് ഇയർ പകുതി കഴിഞ്ഞ് ഏതാണ്ട് 3/4 ഭാഗത്തോളം ആയപ്പോൾ കുഞ്ഞ് പഠിച്ച ഭൂപാൽ നോബൽ യൂണിവേഴ്സിറ്റി കോളേജ് ആ സൈറ്റിൽ ഇടം പിടിച്ചു. 2 കൗൺസിലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് ആ കോളേജ് ഉയർന്നു. അത് കാരണം MG യൂണിവേഴ്സിറ്റിയിൽ കുഞ്ഞിന് ആ പേപ്പറുകൾ എത്രയും വേഗം ശരിയാക്കുവാനും ആ കോഴ്സ് പൂർത്തീകരിച്ച് വിജയകരമായി നല്ല ശതമാനം മാർക്കോടെ അവിടെ നിന്ന് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം ഞങ്ങൾക്ക് തുണയായിരുന്നു. ഞങ്ങളുടെ ദൈവസഭയും ദൈവദാസനും കുടുംബവും ഒക്കെ ആത്മാർത്ഥമായി ഞങ്ങളെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവിടം വരെ വന്നതല്ല, ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം ഞങ്ങളെ താങ്ങി. ദൈവം ഞങ്ങളെ അത്ഭുതകരമായി
നന്നായി നടത്തി. കുഞ്ഞിപ്പോൾ അയർലൻഡിൽ പോയതും ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തൊന്നും 1-2 പ്രാവശ്യം കുഞ്ഞ് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്തൊരു മുഖാന്തരം ഉണ്ടായി. ദൈവം കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി ചെയ്തു, കടന്നു പോകാനിടയായി. ഞങ്ങൾക്കൊരു ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, ഞങ്ങളെക്കുറിച്ച് ദൈവം എന്തുദ്ദേശിക്കുന്നു അവിടെ ഞങ്ങൾക്ക് എത്തണം. ഈ 2026 ഞങ്ങൾക്ക് ദാനമായി ദൈവം തന്നു. 2026 പ്രവേശിപ്പാൻ അവസരം തന്നു. ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, ഞങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന തലങ്ങളാകുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിശേഷാൽ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷ, ഈ ശുശ്രൂഷകളിൽ കൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു വിശാലത നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലുപരി 2 കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ നിൽക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. മൂത്ത പൈതൽ ഗിറ്റാർ വായിക്കുകയും പാടുകയും ചെയ്യുമായിരുന്നു. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പപ്പയോടൊപ്പം വർഷിപ്പിന് സ്റ്റേജിൽ കയറുമായിരുന്നു. ഇളയ കുഞ്ഞ് കീബോർഡ് വായിക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ മുന്നേറണമെന്നും അവർ ദൈവനാമത്തിന് മഹത്വമായി നിൽക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുടുംബമായി ദൈവനാമത്തിന് മഹത്വമായി നിൽപ്പാൻ ഞങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത്രയും സമയം അനുവദിച്ച പ്രിയപ്പെട്ടവരുള്ള കൃതജ്ഞതയും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കൃപ ഒന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പ, എന്നെ മാനിക്കുക, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പ, എന്നെ മാനിക്കുക, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ അല്പനേരം ആയിരിക്കാൻ ദൈവം നൽകുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം മുൻപാകെ അല്പനിമിഷം എൻ്റെ ജീവിത അനുഭവങ്ങൾ കൂടെ പങ്കുവച്ച് ദൈവവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ കൂടെ പ്രസ്താവിച്ച് ഇരിപ്പാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. എൻ്റെ പേര് റൺസിംഗ് രാജ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 18 വർഷമായി TD ബാബു പാസ്റ്ററോടൊപ്പം ഈ എറണാകുളത്ത് താമസിച്ച് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഇത്രയും വന്നു ചേരാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ജീവിത അനുഭവങ്ങൾ വളരെ പ്രയാസമേറിയ ഒന്ന് തന്നെയായിരുന്നു. ഞാൻ ചിക്കാഗോ പ്രയറിൽ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം എത്ര നല്ലവനാണ്, നമ്മെ കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ തിരുവചനത്തിൽ നിന്നും സാക്ഷ്യത്തിനായി ഞാൻ പറയുമ്പോൾ ഒരു വാക്യം സാധാരണ എടുക്കാറുള്ളത് ഇരമ്യാവ് 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. ഇരമ്യാവ് പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞത്, നീ കുശവന്റെ ഭവനത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ പോയാൽ ഞാൻ ദൈവവചനം നിന്നെ കേൾപ്പിക്കാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ 1 മുതലുള്ള താഴോട്ടുള്ള വാക്യത്തിൽ നമുക്കത് കാണാം. നീ എഴുന്നേറ്റ് കുശവൻ്റെ എനിക്ക് സ്ക്രീനിൽ ഇത് കിട്ടിയത് വലിയ ഉപകാരമായി. നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും എന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. അങ്ങനെ കുശവൻ വചനം കേൾക്കാനായി
യെശയ്യാ പ്രവാചകൻ വചനം കേൾക്കാനായിട്ട് യിരെമ്യാ പ്രവാചകൻ നേരെ കുശവന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. താൻ വേല ചെയ്യുന്ന ഇടത്തേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഒരു വചന പ്രഘോഷണമല്ല നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവിടെ കുശവൻ തൻ്റെ ചക്കിൽ വച്ചിങ്ങനെ പാത്രം പണിയുന്ന ഒരു രംഗമാണ് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. ഞാനിത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ കുറേ നാളുകൾ, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ കുശവന്മാർ പണിയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ചെന്ന് നിന്ന് കണ്ടിട്ടുണ്ട്. അവർ അത് എടുക്കുന്ന ഒരു രീതി വളരെ പ്രത്യേകതയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളാണ് നമുക്കവിടെ പറയാനായിട്ട് കഴിയുന്നത്. ഈ കളിമണ്ണെന്ന് പറഞ്ഞാൽ ഒന്നിനും ഉപയോഗമുള്ള ഒന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് പാടത്താണ് കിടക്കുന്നത്. പാടത്തിൻ്റെ അടിത്തട്ടുകളിൽ അവിടെ കാളവണ്ടി ഉപയോഗിച്ച് ഉഴുതു മറിച്ചാണ് ഈ കൃഷിക്ക് ഇടമാകുന്ന നിലയിൽ നെല്ല് നടേണ്ടതിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. കാളയെ വെച്ച് ഉഴുതു മറിച്ച് അതിനെ ലെവൽ ചെയ്ത് അതിങ്ങനെ മീത മാത്രമാണ് ഇങ്ങനെ ചെളി കൊണ്ടിങ്ങനെ കലക്കി. പക്ഷെ ഇതിൻ്റെ അടിയിലോട്ട് പിന്നെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കട്ടി കൂടിയ കളിമണ്ണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് സാധാരണയായി ഒന്നിനും ഉപയോഗിക്കാറില്ല. പാത്രങ്ങൾ ഉപയോഗിക്കാൻ മാത്രമാണ്, മൺപാത്രങ്ങൾ ഉപയോഗിക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ചില കട്ടകൾ ഉണ്ടാക്കാനും കൂടെയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് കൂലിക്കാരെ വെച്ച് ആ വണ്ടിക്കകത്ത് കയറ്റി ഇത് കളിമൺ ശാലയിലേക്ക് കൊണ്ടുവരും, പണി എടുക്കുന്ന സ്ഥലത്തേക്ക്. അത് കൊണ്ടുവന്നിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ടുണ്ട്. അതിങ്ങനെ കൂട്ടിയിട്ടിട്ട് അവർ അതിനകത്ത് ഇത് പിന്നെ അല്പം വെള്ളം കുറഞ്ഞു പോയാൽ ഇത് ഭയങ്കരമായിട്ടങ്ങ് കാടാവും, ഇരുമ്പ് പോലെ കാടാവും. നമുക്ക് തൂമ്പ വച്ച് പോലും വെട്ടാൻ പറ്റില്ല, അത്രയ്ക്കും കാടായിട്ടത് മാറും. എന്നാൽ ഈ പണിയുന്നവർ ചെയ്യുന്നത് ഇതിന് തലേ ദിവസം വെള്ളമൊഴിച്ചത് കുതിർത്തിട്ടിട്ട് തൂമ്പ വച്ച് പിറ്റേ ദിവസം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വളരെ കനം കുറച്ച് ഇങ്ങനെ ചീകി എടുക്കുന്നത് ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചീകി എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിനകത്ത് തെങ്ങിൻ്റെ വേരുകൾ, പിന്നെ മരക്കഷ്ണങ്ങൾ, ഓട്ട് കഷ്ണങ്ങൾ, ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട്, ഇവരുടെ ഉപയോഗത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ടാകും. അപ്പോൾ ഇത് ചീകി എടുക്കുമ്പോഴാണ് ഇതിങ്ങനെ തുമ്പ വച്ച് ചീകുമ്പോൾ അങ്ങനെ കിട്ടുന്ന കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ എല്ലാം പറക്കി മാറ്റും. എന്നിട്ട് വീണ്ടും ഇതിനെ കൂട്ടിയിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് കുശവൻ നന്നായിട്ട് ചവിട്ടി അതിനെ മയപ്പെടുത്തുമ്പോൾ കാലിൽ അല്പമായുള്ള ചെറിയ അതായത് തൂമ്പയിൽ കിട്ടാത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെ പിന്നെയും ബാക്കിയുണ്ട്. അതൊക്കെ ഈ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ തന്നെ അത് കിട്ടാം. അങ്ങനെ അതിൽ നിന്നും എല്ലാം പെറുക്കി മാറ്റും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അടിച്ചു കൂട്ടി വീണ്ടും ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് ചെയ്യുന്ന 3-4 ദിവസം കഴിഞ്ഞ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, വളരെ കനം കുറഞ്ഞ ഒരു പ്ലേറ്റ് ഉണ്ട്. അത് വെച്ച് ഇങ്ങനെ നൈസായിട്ട് അവിടെ ഇരുന്നും കൊണ്ട് ഇങ്ങനെ ചീകി വളരെ കനം കുറച്ച് ചീകി എടുക്കുമ്പോൾ ഇതിനകത്ത് ഉടയാത്ത കട്ടകളുണ്ടാകും. ഇതിനകത്ത് ഉപയോഗശൂന്യമായ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് കിടക്കും. ഇതെല്ലാം ഈ കുശവൻ എല്ലാം എടുത്തു മാറ്റിയിട്ട് ഇതിനെ നന്നായിട്ട് പാകപ്പെടുത്തിയാണ് പിന്നെ ഇത് മെഷീനകത്തോട്ട് എടുത്തു വച്ച് തനിക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി മാറ്റിയെടുക്കുന്നത്. നമുക്ക് തിരുവചനത്തിൽ അത് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. അങ്ങനെ പാത്രം ഈ പ്രവാചകൻ നോക്കിക്കൊണ്ട് നിൽക്കെ കുശവൻ ഉണ്ടാക്കുന്ന ഈ പാത്രം തൻ്റെ കയ്യിൽ നിന്നും അത് ചീത്തയായിപ്പോയി. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ചീത്തയായിപ്പോയത്. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അടുത്ത് എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതിനെ അത് നനഞ്ഞ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചീത്തയാകുമ്പോൾ അത് പെട്ടെന്നെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു പാകമാണ്. അദ്ദേഹം അതിനെ വീണ്ടും ഒന്നുകൂടെ അതിനെ പാകപ്പെടുത്തി വീണ്ടും ആ മെഷീനിൽ തന്നെ വച്ച് അതിങ്ങനെ റൗണ്ടാക്കി എടുക്കുകയാണ്. അതിന് വളരെ ശ്രമകരമായി വളരെ മനോഹരമായി ഒരു നല്ല
പാത്രമാക്കി അതിനെ മാറ്റി എടുക്കുകയാണ്. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് ചെറിയ ഒരു കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് തട്ടി നോക്കിയാൽ ഈ കളിമണ്ണ് പോലെ തന്നെയാണ് എന്ന് പറയുന്നതിൽ രണ്ടു പക്ഷമില്ല. ആർക്കും വേണ്ടാതെ കിടന്ന, ഒരു ഉപയോഗമില്ലാതെ കിടന്ന നമ്മെ കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള ഒന്നാക്കി മാറ്റാൻ, തനിക്ക് ഹിതമുള്ള ഒന്നാക്കി മാറ്റാൻ താൻ തൻ്റെ കൈകളിലാണ് എടുത്ത് പണിയുന്നത്. നമ്മെ കർത്താവ് എവിടെയെങ്കിലും ഇട്ട് ചെയ്യുകയല്ല, എവിടെയെങ്കിലും ഇട്ട് പണിയുകയല്ല. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മെ ഉപയോഗപാത്രമാക്കി മാറ്റാൻ ദൈവം പണിയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന് ഹിതമുള്ള പാത്രമാക്കി, ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാക്കി മാറ്റും. നമുക്കിഷ്ടമുള്ള രീതികളുണ്ട് പലതും. നമ്മൾ പലതും കർത്താവിനോട് പറയും, കർത്താവ് എന്നെ ഇങ്ങനെ ഒന്ന് പണിതെടുക്കണേ, എന്നെ ഇങ്ങനെ ആക്കി തീർക്കണേ, എന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ. എൻ്റെ തലമുറയെ ഇന്ന രീതിയിലാക്കി എടുക്കണേ, അവന് ഡോക്ടറേറ്റ് ഉണ്ടാകണേ, അവനൊരു ശാസ്ത്രജ്ഞനായി മാറണമേ. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതാണ്, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അതൊക്കെ നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് ഹിതമുള്ള പാത്രമായി പുറത്തു വരികയുള്ളൂ. ദൈവത്തിന് പ്രയോജനമുള്ളൊരു പാത്രമായി നമ്മൾ മാറണമെങ്കിൽ ദൈവകരങ്ങളിൽ ദൈവഹിതത്തിനൊത്തവണ്ണം നമ്മൾ അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവം പണിതെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ കുശവൻ രണ്ടാമതും ചീത്തയായിപ്പോയ ആ പാത്രത്തെ താൻ കൈകളിലെടുത്തു, കരങ്ങളിലെടുത്തത് പണിയാൻ തുടങ്ങി. പ്രിയരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ പണിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള നല്ല പാത്രമാക്കി ദൈവം മാറ്റിയെടുക്കും. അവിടെ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനം ഇതുപോലെ ഒത്തിരി പിന്മാറിപ്പോയവരാണ്, ഒത്തിരി അകന്നു പോയവരാണ്, ദൈവത്തിൽ നിന്നും അകന്നു മാറിപ്പോയി. ദൈവത്തിന് ഹിതമില്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ എല്ലാം പോകാൻ തുടങ്ങി. അങ്ങനെ ദൈവഹിതത്തിന് വിരോധമായി മാറിയപ്പോൾ ദൈവത്തിന് ആകമാനം വേദനയായി, വളരെ മാനസികമായി പിതാവ് യഹോവയായ ദൈവം തകർന്നു. എന്നിട്ട് പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഈ ജനത്തെ പണിയാൻ എനിക്ക് ഇഷ്ടമാണ്, ഈ ജനത്തെ പണിതെടുത്ത് ദൈവത്തിന് ഹിതമുള്ളതുപോലെ ആക്കി തീർക്കാൻ എനിക്കിഷ്ടമാണ്. പ്രിയരെ, ദൈവത്തിന് ഹിതമുള്ള ഒരു നല്ല പാത്രമായി മാറാൻ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദൈവഹിതമുള്ള, ഞാൻ എൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തി അല്ലായിരുന്നു. ദൈവത്തിൻ്റെ സമയത്തിന് എന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ദർശനവും വിളിയുമൊക്കെ ഉണ്ടായപ്പോൾ വീട്ടിലെനിക്ക് തടസ്സങ്ങളുണ്ടായി. അപ്പോൾ തന്നെ ആ ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്കായുള്ള നിയോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നപ്പോൾ എനിക്ക് ഒരു പെങ്ങളുണ്ട്, അവളെ വിവാഹം കഴിച്ചയക്കണം. എൻ്റെ കുഞ്ഞുനാളിൽ പിതാവ് ഞങ്ങളെ വിട്ട് നാട് വിട്ടുപോയി. അപ്പോൾ ജീവിത ചുമതല മുഴുവനും എൻ്റെ മാതാവിൻ്റെ ചുമലിലായി. അങ്ങനെ എനിക്ക് ഏതാണ്ടൊരു 3-4 വയസ്സുള്ളപ്പോഴാണ് പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത്. എൻ്റെ ഇളയ സഹോദരി, അവൾ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പനും കൂടെ ഇല്ലാതായപ്പോൾ ഞാനും എന്നെ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു അനാഥശാലയിൽ, തിരുവനന്തപുരത്തുള്ള ഒരു അനാഥശാലയിൽ എന്നെ അവിടെ കൊണ്ട് ആക്കി. ഞാൻ ഏതാണ്ട് ഒരു 6-7 വർഷത്തോളം ഞാൻ ആ അനാഥശാലയിൽ നിന്നാണ് പഠിച്ചത്. 5ലും 6ലും ഒക്കെ 2 പ്രാവശ്യം വീതം ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വന്നു. കാരണം അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടും പോലെ പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പഠിച്ച കാലത്ത് ഒരക്ഷരം പോലും എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. മലയാളം വായിക്കാനേ അറിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഏത് ഭാഷ? എനിക്കറിയാം. എനിക്ക് ഒരു ഭാഷയും അറിയില്ല. കാരണം അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് എന്നെ ആ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ആഹാരം കിട്ടി, വിദ്യാഭ്യാസം ഇല്ലാതെ പോയി. തുടർന്ന് ഏതാണ്ട് ഒരു 6-7 വർഷം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാട്ടിലേക്ക് കടന്നു വന്നു. ഇവിടെ
6ാം ക്ലാസ്സിൽ 7ലും 8ലും ഒക്കെ ഞാനിവിടെ നാട്ടിൽ വന്ന് ഞാൻ അനാഥശാലയിൽ നിന്ന് നാട്ടിൽ വന്ന് ഞാൻ പഠിച്ചു. പക്ഷേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ ഒരു മുന്നേറ്റം എനിക്ക് തന്നെ ഇല്ലായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കയ്യിൽ കിട്ടിയാൽ ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആൻസർ പേപ്പറിൽ എഴുതി അങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയി എന്നുള്ളത്. എനിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അല്പം പോലും പിന്നെ താല്പര്യമില്ലാതായി. പിന്നെ ഞാൻ 8ാം ക്ലാസ് അവർ അന്ന് പാസ്സാക്കി വിടുന്ന ഒരു രീതിയുണ്ട്. എന്തായാലും 8ാം ക്ലാസ് പാസ്സായി. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് പോയില്ല. ഞാൻ പിന്നെ കൂലിപ്പണിക്ക് പോവുകയായിരുന്നു. പ്രിയരെ, തുടർന്ന് അങ്ങനെയായിരുന്നു എൻ്റെ പിന്നെയുള്ള ജീവിത രീതികൾ. എനിക്ക് തുടർന്ന് കൂലിപ്പണി എന്ന് പറയുമ്പോൾ ഞാൻ മേസ്തിരിമാരോടൊപ്പം ഈ കെട്ടിടത്തിൻ്റെ പണികളായിരുന്നു ചെയ്തത്. ഞാൻ ചെയ്യാത്ത പണികൾ തീരെ കുറവാണ്. മേസ്തിരിമാരോടൊപ്പം ഞാൻ കുറേ കാലം പണിതു. പിന്നെ കുറേ കാലം ബേക്കറിയിൽ ഞാൻ പോയി പണിതു. പിന്നെ കുറേ കാലം ചൂളപ്പണിക്ക് പോയി. ഇങ്ങനെ സ്ഥിരമില്ലാത്ത ഒരു യാത്രയായിരുന്നു എൻ്റേത്. പിന്നെ ഏറെക്കുറെ നാളുകൾ ഞാൻ ചെയ്തതാണ് ആശാരിപ്പണി. അതങ്ങനെ തുടർന്നൊരുവിധം ജീവിച്ച് മുന്നേറാം എന്നൊരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു നിയോഗവും കർത്താവ് നൽകി തന്നത്. പക്ഷെ ഞാൻ അപ്പോഴും കാരണങ്ങൾ പലതും പറഞ്ഞ് പിന്മാറി. അപ്പോഴും എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടില്ലായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു. കർത്താവ് പറഞ്ഞ നിയോഗിച്ച ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ആ സമയത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. അങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോയ സമയത്താണ് ഒരു എൻ്റെ വൈഫ് പറഞ്ഞതുപോലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ 3 മാസത്തോളം വീട്ടിൽ റെസ്റ്റിലായിരുന്നു. തുടർന്ന് ദൈവസന്നിധിയിൽ പല കാര്യങ്ങളും ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഞാൻ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന ഒരു ഭവനത്തിൽ ക്രമീകരിച്ചു. ഞാൻ ആ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ ഒരു പ്രവാചകൻ അന്നുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് രാത്രി യോഗത്തിൽ വന്ന ഏറെക്കുറെ എല്ലാ പ്രിയപ്പെട്ടവരോടും ദൂതുകൾ പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാവരോടും ദൂത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നോട് ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്നോട് കർത്താവ് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് ഞാനിങ്ങനെ ഹൃദയത്തിൽ നിരൂപിച്ച ആ സമയത്ത് തന്നെ ആ ദൈവദാസൻ എന്നോട് വന്ന് എൻ്റെ അടുക്കൽ വന്നു, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്താൽ മതി. അപ്പം എന്നോട് പറഞ്ഞത് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാതെ എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പോയി. അതുകൊണ്ട് ഞാൻ തല്ലിക്കൊള്ളേണ്ടതായിട്ട് വന്നു. ഇപ്പം ഇവനെ അടിച്ചിട്ടാലേ എഴുന്നേൽക്കുള്ളൂ. പ്രിയരെ, ഒത്തിരി അടി മേടിച്ച് തല്ല് മേടിച്ച് വരുന്നതിനേക്കാൾ ദൈവം ഒരു നിയോഗം തരുമ്പോൾ ഇറങ്ങുന്നത് നല്ലതാണ്. പക്ഷെ അടി കൊണ്ടതുകൊണ്ട് ദോഷമൊന്നുമില്ല. കുറച്ച് അടി കൊണ്ടെന്നുള്ളത് പറയാമല്ലോ, അല്ലേ? അടി കൊള്ളുന്നത് നല്ലതാണ്. ഇന്നും ആടിക്കൊണ്ടതിൻ്റെ പാട് എൻ്റെ കാലിലുണ്ട്. നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാം. ദൈവം ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. ഈ അടി മാത്രമായിരിക്കില്ല, ഈ ആക്സിഡന്റ് മാത്രമായിരിക്കില്ല, പല കാരണങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാം. പല രീതിയിലായിരിക്കും പലർക്കും ശോധനകൾ. ഏത് നിലയിൽ നമ്മെ തിരിച്ചാലാണ് തിരിയും എന്ന് കർത്താവിനറിയാം. അതിനനുസരിച്ച് കർത്താവ് തിരിക്കും. ഓടിക്കില്ല കേട്ടോ, ഓടിക്കില്ല. ഓടിച്ചാൽ പോയി. ഓടിക്കാതെ കർത്താവ് തിരിച്ച് കർത്താവിൻ്റെ പാതയിലേക്ക് കർത്താവ് കൊണ്ടുവരും. അങ്ങനെയാണ് എറണാകുളത്തേക്ക് ഞാൻ കടന്നു വന്നത്. പ്രിയരെ, ഇന്നും ഈ കർത്താവിൻ്റെ വേലയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ കർത്താവ് ദൈവം എന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പത്രോസിൻ്റെ കാര്യങ്ങളിലേക്കും ഞാൻ വരികയാണ്. പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അങ്ങനെ യേശു ഗലീല കടലിലൂടെ ഇങ്ങനെ കടലിന്റെ കരയിലൂടെ നടന്നു പോകുമ്പോൾ വല കഴുകുകയായിരുന്നു ഈ പത്രോസും തൻ്റെ കൂടെയുള്ള സഹോദരനും. പത്രോസിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ഇങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ പത്രോസിനോട് പറയുന്നത്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന്. വാസ്തവത്തിൽ ഒരിക്കലും ഒരു പരിചയവുമില്ലാത്ത ഒരു കാര്യമാണ് പത്രോസ് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ അബ്രഹാമിനോടും അത് തന്നെയാണ് യഹോവയായ ദൈവം പറഞ്ഞത്,
ഞാൻ നിന്നെ മുൻ പരിചയമൊന്നുമില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. പത്രോസിനോട് പറഞ്ഞത് നീ എൻ്റെ കൂടെ പോരുക. വല കഴുകിക്കൊണ്ടിരിക്കുന്ന ആളിനോടാണ് പറയുന്നത്. മീൻപിടുത്തം മാത്രമേ പരിചയമുള്ളൂ. ഈ പത്രോസിനോട് പറയുന്നു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വല കഴുകിക്കൊണ്ടിരുന്നയാള് വല കഴുകി പൂർത്തിയാക്കിയില്ല, അതെല്ലാം ഇട്ടേച്ച്. വാസ്തവത്തിൽ പത്രോസ് ഒരു ചോദ്യം പോലും കർത്താവിനോട് ചോദിച്ചില്ല. നാളെ എന്തായി തീരുമെന്നോ, ഈ വല ആര് കഴുകി വയ്ക്കുമെന്നോ, താൻ ഉപയോഗിക്കുന്ന ഈ വള്ളത്തിന്റെ അവസ്ഥ എന്തായി തീരുമോ എന്നൊന്നും ഓർക്കാതെ, എന്നൊന്നും ചിന്തിക്കാതെ വളരെ വേഗത്തിൽ ചാടി ഈ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത ഒരു പത്രോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ പത്രോസിന്റെ ജീവിതം ഒരു വളരെ വ്യത്യസ്തമായ, ശിഷ്യന്മാരിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തി തന്നെയായിരുന്നു പത്രോസ്. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. എല്ലാ കാര്യവും എന്തും ചെയ്യാൻ, യേശു എന്ത് പറഞ്ഞാലും ചാടി ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു മനോഭാവമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. യേശു കടലിന്റെ മീതെ നടന്നു വന്നപ്പോഴും പത്രോസ് മാത്രമേ പറഞ്ഞുള്ളൂ, യേശു ആണെങ്കിൽ ഞാനും കൂടെ പോരട്ടെ. അങ്ങനെ യേശു ആണെന്ന് ബോധ്യമായി യേശു പറഞ്ഞു പോരുക എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് പത്രോസ് ഇങ്ങനെ കടലിലൂടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നടന്നു പോകുകയാണ്. പിന്നീട് ഒരിക്കലും ആരും നടന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കരുത്, ആരും നടന്നിട്ടില്ല. പക്ഷേ പത്രോസ് ഒന്നും നോക്കാതെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ചാടി ഇറങ്ങി കടലിൽ കർത്താവിൻ്റെ അടുക്കലോളം എത്താറായപ്പോഴാണ് തിരമാലകൾ കണ്ട് ഭയപ്പെട്ടതും വീണതും. പക്ഷേ യേശു വീഴാൻ സമ്മതിച്ചില്ല, മുങ്ങിച്ചാകാൻ സമ്മതിച്ചില്ല. ചാടി ഈ കർത്താവ് ഈ പത്രോസിനെ ഒരൊറ്റപ്പിടിയാണ്. പത്രോസ് പറഞ്ഞത്, യേശുവേ എന്നെ രക്ഷിക്കണേ, ഒറ്റപ്പിടി. പ്രിയരെ, ജീവിതത്തിൽ പരാജയങ്ങൾ പലതും സംഭവിച്ചേക്കാം, ജീവിതത്തിൽ തകർച്ചകൾ പലതും സംഭവിച്ചേക്കാം. ഈ പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് പിന്നെ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു രംഗമുണ്ട്. ജീവിതത്തിൽ എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. യേശുവിലൂടെയുള്ള സകല അനുഗ്രഹങ്ങളും അനേകർക്ക് സൗഖ്യമാക്കിയതും അനേകരെ വിടിവിച്ചതും അനേകർക്ക് നന്മകൾ നൽകിയ ഈ കർത്താവിനെ കൂടെ നടന്ന് എല്ലാം കണ്ട ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്ന ആ വ്യക്തി. എന്നാൽ ഈ വ്യക്തിയാണ് ഏതാണ്ട് യേശുവിൻ്റെ ക്രൂശീകരണ ആ സമയത്ത്, പക്ഷെ എല്ലാവരും വിട്ടുപോയി കേട്ടോ. ഈ പത്രോസ് ഈ യേശുവിൻ്റെ അകലം വിട്ടാണ് പോകുന്നതെങ്കിലും വിട്ടു മാറിയിട്ടില്ല. ആ ഏരിയ വിട്ട് പത്രോസ് പോയിട്ടില്ല. വാസ്തവത്തിൽ പത്രോസിന് യേശുവിനോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. എന്താകും എന്നൊക്കെ കാണാനുള്ള ഒരു വ്യഗ്രത തൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ക്രൂശുമായി ഈ ക്രൂശീകരണവുമായി ഇങ്ങനെ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ സമയത്ത് നമുക്കറിയാം ആ തിരുവചനം മത്തായി സുവിശേഷത്തിൽ 26-69 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ആ രംഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3 പ്രാവശ്യം യേശു പറഞ്ഞതുപോലെ 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? യേശുവിനോട് കൂടെ നടന്ന ഈ പത്രോസ് വാസ്തവത്തിൽ ചീത്തയായി പോയി. ദൈവത്തിൽ നിന്നും അകന്നുപോയി, ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ഒരിക്കലും ഞാൻ ചോദിട്ടെ, നമ്മളോട് എൻ്റെ വൈഫ് ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ തള്ളിപ്പറയുന്ന ഒരു രംഗമുണ്ടായാൽ അത് എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ വേദനയുണ്ടാകും. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അതികഠിനമായ വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഈ തള്ളിപ്പറഞ്ഞ ഈ പത്രോസിനെ അല്ലേ പിന്നത്തേത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ഒരു കടലിൻ്റെ തീരത്ത് വച്ചാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് തള്ളിപ്പറഞ്ഞ പത്രോസ്. ഈ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് അത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാഗി എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ വിശദീകരിച്ച് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ അതിന് വളരെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായി യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ തള്ളിപ്പറഞ്ഞെങ്കിലും കോഴി കൂകിയ ആ സമയത്ത് യേശു പറഞ്ഞ അക്കാര്യം
പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു. അവിടെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. പത്രോസ് വളരെ വേഗത്തിൽ പുറത്തോട്ട് പോയി. ഹൃദയം നുറുങ്ങി തകർന്ന് അവൻ അനുതപിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തകർച്ച സംഭവിച്ചല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്നുള്ള ആ കഠിനമായ വേദന തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ എന്നിട്ടും യേശുവിൻ്റെ ക്രൂശീകരണം ഒക്കെ കഴിഞ്ഞിട്ട് പത്രോസ് വീണ്ടും മീൻ പിടിക്കാനും കർത്താവിനെയൊക്കെ വിട്ട് ഒത്തിരി അകലം വിട്ടുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവത്തിന് ഈ പത്രോസിനെ കുറിച്ച് ഒരു നിർണയമുണ്ടായിരുന്നു, ഒരു നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തള്ളിക്കളയാൻ ഇത്രയും പ്രാഗിയ, ഇത്രയും പിന്മാറിപ്പോയ ഈ പത്രോസിനെ തള്ളിക്കളയാൻ ദൈവത്തിന് ഉദ്ദേശമില്ലായിരുന്നു. എന്നാൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് ശിഷ്യന്മാരുടെ കൂട്ടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂദാസിനെ യേശു പിന്നെ യൂദാസിനെ കുറിച്ച് നമുക്ക് മറ്റൊന്നും പിന്നെ കാണാൻ കഴിയുന്നില്ല. യൂദാസിനെ കുറിച്ച് മറ്റൊരു പ്ലാനും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ പത്രോസിനെ കുറിച്ചുള്ള ദൈവിക പ്ലാൻ അത് നിലനിർത്തേണ്ടതിന് വീണ്ടും യേശു ഈ പത്രോസിന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയാണ്. അത് സംഭവങ്ങൾ വിശദീകരിക്കാനുള്ള സമയമില്ല. ഈ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നുവോ? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് അത് പറയുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം യേശു ചോദിക്കുമ്പോൾ കർത്താവിനോട് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ പത്രോസ് ചെയ്തു കാണും, നെഞ്ചത്തടിച്ച് പറഞ്ഞു കാണും, കർത്താവേ നീ എല്ലാം അറിയുന്നു. പ്രിയരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചെല്ലാം അറിയാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവിന് അറിയാം. ജീവിതത്തിൽ തകർന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കാം, എനിക്കിനി എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ, വൈകല്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ, ദൈവമായിട്ടുള്ള അകൽച്ചകൾ, ഞാൻ ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മകൾക്ക് കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആളുകാണ് എല്ലാം ചെയ്യുന്നുണ്ട്, പാസ്റ്ററുടെ മുൻപിൽ ഞാൻ പ്രസന്റ് ആണ്. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ പലപ്പോഴും ഞാൻ പ്രസന്റ് അല്ല. ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് തന്നെ നമ്മെ വിധി എഴുതാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ തകർന്നവനാണ്. ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്താൻ എനിക്കൊരിക്കലും കഴിയില്ല. പ്രിയരെ, ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ തകർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ 2025 നമ്മെ വിട്ടുപോയി, 26ലേക്ക് നമ്മൾ പ്രവേശിച്ചു. പക്ഷെ തീരുമാനങ്ങൾ ഇന്നും വേണ്ടും പോലെ പുതുക്കി മുന്നേറാൻ കഴിയുന്നില്ല. നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ നിലനിൽക്കാൻ പറ്റുന്നില്ല. അത് കർത്താവിനോട് പറയാമോ? കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ രക്ഷിക്കണമേ കർത്താവേ. അങ്ങേ കൂടാതെ എനിക്കൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇത്രയും വലിയ തകർച്ചയുള്ള ഈ മനുഷ്യനെ നമുക്ക് പിന്നെ കാണാനായിട്ട് കഴിയുന്നത് പിന്നെ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒരു പ്രവാഹം അവിടെ ഉണ്ടായി. പത്രോസാണ് ശിഷ്യന്മാരോടൊപ്പം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിച്ചത്. ഇത്രയും തകർന്നു പോയ ഒരു മനുഷ്യനെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയരെ, അവിടെ ഇത്രയും പേരുടെ നടുവിൽ ഏതാണ്ട് അന്നത്തെ ആ പ്രസംഗത്തിൽ 3000-ഓളം വ്യക്തികൾ കർത്താവിലേക്ക് കടന്നു വന്നു. അവർ സ്നാനപ്പെട്ട് അവർ ദൈവസഭയിലേക്ക് ചേരാനിടയായി. പിന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം പിന്നെ സഭയുടെ അതിശക്തമായ പ്രവർത്തനങ്ങളാണ്. പ്രിയരെ, അതിശക്തമായ ദൈവപ്രവർത്തിക്ക് വേണ്ടി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമോ? കർത്താവിനോട് പറയണം, ദൈവമേ എനിക്ക് കഴിയില്ല. പ്രിയരെ, ഞാൻ ഇതിനിടയിൽ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ബൈബിളിലെ അക്ഷരങ്ങൾ വായിച്ചാണ് എനിക്ക് ആ ഓർമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉള്ളത്. എനിക്ക് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ മലയാളം വായിച്ചത് മുഴുവനും ബൈബിൾ വായിച്ചാണ് ഞാൻ എനിക്ക് ബൈബിൾ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വായിക്കുന്നത് പോലെ അല്ല, സ്പീഡിലല്ലെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം എഴുതാൻ പറ്റുന്നുണ്ട്. പ്രിയരെ, ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് സകലതും കഴിയും. ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയിലൂടെ കടന്നുപോയാലും ദൈവം നമ്മെ കൈവിടില്ല. നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദിവസമുണ്ട്, ഉപയോഗിക്കുന്ന ഒരു നിമിഷമുണ്ട്. ഈ 2026 നമ്മെ ഓരോരുത്തരെയും ഈ സൂം പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവം അതിശക്തമായി പത്രോസിനെ ഉപയോഗിച്ചതിനേക്കാൾ അധികമായി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്കും ഇതിൽ ഈ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സമയം അല്പം മുന്നോട്ട് പോയി, ക്ഷമിക്കണം. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.